അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പിച്ച ശേഷം ഞങ്ങളൊരു കാർഗോ വാൻ വാങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബേസിക്കലി അതൊരു ക്യാമ്പർ വാനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് വാങ്ങിയിരിക്കുന്നത്. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, പിന്നെ ബെഡ് സ്പേസ് വെക്കാനുണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്, പ്ലംബിംഗ് വർക്കുകളുണ്ട്, സോളാർ ഫിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പർ വാൻ ജേണി ഇവിടെ തുടങ്ങുകയാണ്. അതിന് എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നു. പിന്നെ അതിനകത്ത് എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് സ്പ്രിന്റർ വാങ്ങാനുള്ള കാരണം. അപ്പോൾ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരു മൂന്ന് വണ്ടികളാണ് അവൈലബിൾ. ഒന്നെന്ന് പറയുന്നത് ഫോർഡിൻ്റെ ട്രാൻസിറ്റ് ഉണ്ട്, പിന്നെ സ്പ്രിന്റ് 2500 ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് റാമിൻ്റെ പ്രോമാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 വേരിയൻ്റ് ആണ് ഉള്ളത്. അതിനകത്ത് ഞാൻ സ്പ്രിന്റർ എന്താണ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ കുറച്ചധികം കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂൾ എഫിഷ്യൻസിയാണ്. പിന്നെ അതൊരു ഡീസൽ എഞ്ചിനുമാണ്. അപ്പോൾ നമുക്കൊരു റിലയബിലിറ്റി ഉണ്ടാവും, ലോങ് ലാസ്റ്റിംഗ് റിലയബിലിറ്റി ഉണ്ടാവും. ഫ്യൂൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 കിലോമീറ്റർ ഓടാൻ 10 ലിറ്റർ എണ്ണ വേണം എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്കിപ്പോൾ കറന്റ് കുറച്ചുകൂടെ ബെറ്റർ ആണ് കിട്ടുന്നത്. ഞാൻ ലോങ് ഒക്കെ പോകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 7.2 അല്ലെങ്കിൽ 7.5 ആ റേഞ്ചിലാണ് കിട്ടാറ്. മൊത്തത്തിലൊരു ആവറേജ് കൂട്ടുമ്പോൾ എനിക്കൊരു 8.5 അതിനുള്ളിൽ നല്ലൊരു ആവറേജ് മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്കി 2 മോഡലും കുറച്ചത് കൂടുതലാണ്. പിന്നെ ഇത് ബെൻസ് ആയതുകൊണ്ട് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് സർവീസ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏത് രാജ്യത്ത് പോയാലും അവിടെയെല്ലാം ബെൻസിന്റെ സർവീസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സ്പ്രിന്റർ എന്ന് പറഞ്ഞ മോഡൽ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയാൽ തന്നെ നമുക്ക് ആ ഒരു സർവീസ് സ്റ്റേഷൻ വഴി വേറെ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും പാർട്സ് വേണമെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു പോയിന്റ് ആണ്. പിന്നെ എനിക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു പോയിന്റ് തോന്നിയത് അതിന്റെ സർവീസ് ഇന്റർവെൽസ് ആണ്. ഇതിന് 30,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്താൽ മതി. അതിന് 2 സർവീസ് ആണുള്ളത്, എയും ബിയും. സോ എ സർവീസ് 30,000-നും ബി സർവീസ് 60,000-നും. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ 90,000 വീണ്ടും എ വരും, 1,20,000 വീണ്ടും ബി വരും. അത് റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ട്രാവലൊക്കെ ചെയ്യാണ്, ഇപ്പോൾ ഒരു വേൾഡ് ട്രിപ്പ് ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെക്സിക്കോക്കോ US-ലൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം ടൈം പിന്നെ സർവീസ് സ്റ്റേഷൻ ഫൈൻഡ് ചെയ്യാനും അതിനുവേണ്ടി നമുക്ക് അധികം സമയം മാറ്റിയിട്ടുണ്ട്. കാരണം 30,000 കിലോമീറ്റർ നമ്മുടെ ബക്കറ്റിലുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ലുക്ക് ഉപരി എനിക്ക് അതിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഫാക്ടറി മോഡിൽ അത് കാണുമ്പോൾ അത്രയും രസമില്ലെങ്കിലും, പക്ഷെ അതിന്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് നമുക്കൊരു ഫ്രണ്ടില് ബമ്പർ, പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഗ്രിൽ ലൈറ്റുകളും, റൂഫ് റാക്കും, സൈഡ് സ്റ്റെപ്പും, ലാഡേഴ്സും, പിന്നെ വീൽ കാരിയറും, ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലുക്ക് വേറൊരു ലെവലിൽ ലുക്കിലേക്ക് പോകും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ആയിരുന്നു. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടതുകൊണ്ട് നമുക്ക് റീസെയിലിന് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് അതിനൊരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. അതായത് അത്യാവശ്യം ഒരു 400,000 കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ 500,000 കിലോമീറ്റേഴ്സോ ഓടിയ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് ആ വണ്ടിക്ക്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് കംഫർട്ടാണ്. അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഈ 3 വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ഫോർഡ് ട്രാൻസിറ്റും റാം പ്രോ മാസ്റ്ററും ഈ സ്പ്രിന്ററും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അത് 3ഉം ഒരു ദിവസമാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഞാൻ ഏകദേശം ഓരോ വണ്ടിയും ഏകദേശം ഒരു 30 to 40 കിലോമീറ്റേഴ്സ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഡ്രൈവിംഗ് കംഫർട്ട്, ആ ഒരു സീറ്റിംഗ് കംഫർട്ട്, സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് സ്പ്രിന്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ സ്പ്രിന്റർ ചൂസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിവിടെ സീറ്റ് ഇൻസ്റ്റാളേഷനും ഫ്ലോറിങ്ങിന്റെ പരിപാടിയും ഇങ്ങനെ ക്യാമ്പർ വാനിലേക്കുള്ള കൺവേർഷൻ ചെയ്യൽ നമുക്ക് കാണാം. ബൈ.